ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. ഓരോ ദിവസവും കൂടി വരുന്ന ഊർജ ഉപഭോഗം, കുറഞ്ഞു വരുന്ന ഊർജ സ്രോതസ്സുകൾ, ഈ സാഹചര്യത്തിലാണ് ഊർജ സംരക്ഷണം എന്ന മുദ്രാവാക്യം പ്രസക്തമാവുന്നത്. പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താത്തതും കണ്ടെത്തിയാൽ തന്നെ അവ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഊർജ ഉത്പാദന രംഗത്ത് വലിയ വെല്ലുവിളിയാണ്. ഇത് കേരളത്തിൽ ഉൾപ്പെടെ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല. ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഊർജ്ജമെന്ന നിലയിൽ വൈദ്യുതിയുടെ കാര്യത്തിൽ ഊർജ സംരക്ഷണ പ്രവർത്തനത്തിലൂടെ 10 മുതൽ 20% വരെ ലാഭം ഉണ്ടാക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സാധാരണ ബൾബുകൾക്ക് പകരം CFL ലാമ്പുകൾ ഉപയോഗിക്കുന്നത് വൻതോതിൽ വൈദ്യുതി ലാഭിക്കുന്നതിന് കാരണമാകും. പീക്ക് ലോഡ് സമയമായ വൈകുന്നേരം 6:30 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതും ഊർജ്ജ സംരക്ഷണത്തിന് സഹായകരമാകും. ഇത്തരത്തിൽ ഓരോരുത്തരും തങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ ഊർജ്ജ സംരക്ഷണം ഉറപ്പുവരുത്തി ഊർജ്ജ സ്രോതസ്സുകളെ നാളേക്കായി കരുതി വെക്കണം. അതിനാകട്ടെ ഈ ദിനം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്താപ്രഭാതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അതിഥിയാണ് ഉള്ളത്. ഡോക്ടർ എസ് രത്നകുമാറാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം എനർജി മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. മാത്രമല്ല 1997 സംസ്ഥാന ഊർജ സംരക്ഷണ അവാർഡും നേടിയിട്ടുണ്ട്. 1996 ഊർജ സംരക്ഷണ ക്ലബ്ബ് ആരംഭിച്ചു. 2004 2012 വ്യക്തിഗത ഊർജ സംരക്ഷണ പുരസ്കാരം ലഭിച്ചു. 2004 ഒരു ലൈറ്റ് അണയ്ക്കൂ, പവർ കട്ട് ഒഴിവാക്കൂ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയതും ഡോക്ടർ രത്നകുമാറാണ്. അങ്ങനെ വിപുലമായ ഒരു അനുഭവ പാരമ്പര്യം ഈ ഊർജ സംരക്ഷണ മേഖലയിലുള്ള ഒരു അതിഥിയാണ് എത്തിയിരിക്കുന്നത്. സ്വാഗതം ഡോക്ടർ രത്നകുമാർ വാർത്താ പ്രഭാതത്തിലേക്ക്. ഈ ഊർജ്ജ സംരക്ഷണം എന്നത് ഒരു വലിയ മുദ്രാവാക്യമാണ്. സാധാരണക്കാർക്ക് അത് കേൾക്കുമ്പോൾ തങ്ങളെ ബാധിക്കാത്തൊരു കാര്യമെന്ന് ചിലർക്ക് കേൾക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. താങ്കൾ എനർജി മാനേജ്മെന്റിലാണ് ഡോക്ടർ. എനർജി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ മാർഗങ്ങളിലൂടെ നമുക്ക് ഊർജം സംരക്ഷിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാല് ഒരു 60 വാട്ട് ബൾബ് ഉപയോഗിക്കുന്ന അതേ പ്രകാശം ഒരു 13 വാട്ടിന്റെ CFL കൊണ്ട് പറ്റും. അപ്പൊ നമുക്ക് 47% വാട്ട്സ് ലാഭിക്കാൻ പറ്റും. അതേസമയം അതേ പ്രകാശം നമുക്ക് ഒരു 6 വാട്ട്സിന്റെ LED ലാമ്പ് ഉപയോഗിച്ചാൽ കിട്ടും. അപ്പൊ നമുക്ക് 54% നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്ക് യാതൊരു കോട്ടം വരാത്ത രീതിയിൽ നമ്മൾ ഊർജ്ജം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ പറ്റും. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് അടുത്ത മാസത്തെ നമ്മളെ വൈദ്യുതി ബില്ലിൽ തന്നെ നമുക്കത് പ്രകടമാകും. ഓരോ വീട്ടിലും കുട്ടികൾക്ക് ഒരു ഊർജ്ജ മാനേജറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അത് കുടുംബാംഗങ്ങളുടെ ഒരു സംയുക്തമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ പറ്റും എന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു വീട്ടിലെ വൈദ്യുതി ഉപകരണം നമ്മൾ കണക്കാക്കാനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് ആ ഊർജ്ജ എനർജി മീറ്റർ റീഡിങ് ഓരോ മാസം ഒന്നാം തീയതി റീഡിങ് എടുക്കുക. എന്നിട്ട് നമ്മൾ ലഘുവായിട്ടുള്ള ഊർജ്ജ സംരക്ഷണ മാർഗങ്ങൾ പ്രാവർത്തികമാക്കുക. വീണ്ടും അടുത്ത മാസം 1-ാം തീയതി എടുക്കുന്ന സമയത്ത് ഈ മാസം നമ്മൾ കൺസപ്ഷൻ നമുക്ക് അറിയാൻ പറ്റും. അവ നമുക്ക് അതിൽ നമുക്ക് എത്രമാത്രം സേവ് ചെയ്യുന്ന അറിയാൻ പറ്റും. ആ മാസത്തെ ബില്ലിൽ തന്നെ നമുക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ക്രമേണ പടിപടിയായിട്ട് നമുക്ക് ഊർജ്ജ സംരക്ഷണ മാർഗങ്ങൾ വളരെ ലളിതമായി ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അതുപോലെ നമുക്ക് ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ലാഭം ഉണ്ടാവുന്നതാണ് പറയുന്നത്. പക്ഷെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യില്ലെങ്കിൽ അത് 5 വാട്ട്സ് നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ 0 വാട്ട് ബൾബ് പൊതുവെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ 0 വാട്ട് ബൾബ് എന്ന് പറയുമ്പോൾ 0 വാട്ട് കൺസംഷൻ ഉള്ളതാണ്. ആക്ച്വലി യഥാർത്ഥത്തിൽ ഒരു 10 തൊട്ട് 15 വാട്ട്സ് വരെ നമുക്ക് കൺസ്യൂം ചെയ്യാം. അതുപോലെ നമുക്ക് ഈ സാധാരണ ഒരു ഇൻകാൻഡസന്റ് ബൾബില് ഏകദേശം 15 മുതൽ 20% മാത്രമേ വൈദ്യുതി ഇലക്ട്രിസിറ്റി ആയിട്ട് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 80%-ഓളം അല്ലെങ്കിൽ 80%-ഓളം ഇത് ഹീറ്റായിട്ട് മാറുകയാണ്. അപ്പൊ ഊർജ്ജം വേസ്റ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് ഒരു 100 വാട്ട്സ് ബൾബ് ഉപയോഗിക്കുന്ന ഒരു റൂമിൽ ഒരു ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ 11 വാട്ട്സിന്റെ CFL ഉപയോഗിച്ചാൽ നമുക്ക് 9 മുറി ലൈറ്റ് കൊടുക്കാൻ പറ്റും. ഇതാണ് ഊർജ്ജ സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഊർജ്ജം നമ്മൾ ലാഭകരമാക്കി എടുക്കുക. തീർച്ചയായും ഡോക്ടർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഗാർഹിക മേഖലയിലെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കുന്നതിനുള്ള ടിപ്സുകളാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് വ്യാവസായിക മേഖലയിലാണ്. ആ രംഗത്ത് എങ്ങനെയായിരിക്കും ഒരു നിയന്ത്രണം സാധ്യമാവുക? എനർജി മാനേജ്മെന്റ് ഞാൻ ഡോക്ടറെ എടുത്തപ്പോൾ പ്രധാനമായിട്ടും കേരള തനിമയുള്ള വ്യവസായങ്ങളിലെ ഊർജ്ജ സംരക്ഷണ സാധ്യതകളാണ് ഞാൻ പഠനമായിട്ട് എടുത്തത്. പ്രധാനമായിട്ട് ഈ റബ്ബർ,
കശുവണ്ടി, അതുപോലെ കയർ, ആയുർവേദം, മത്സ്യ സംസ്കരണം തുടങ്ങിയുള്ള മേഖലയിൽ എത്രമാത്രം ഊർജ്ജം നമുക്ക് ലാഭിക്കാൻ പറ്റും നമുക്കറിയാമല്ലോ. നമ്മളെ ഇപ്പം ഈ ലേബർ ചാർജ് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അസംസ്കൃത സാധനങ്ങളുടെ വില അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് കാര്യമായ നിയന്ത്രണം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഊർജ്ജം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള എനർജി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ പഠനം നടത്തിയതിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ മേഖലയിൽ ഏകദേശം 35 തൊട്ട് 50% ഊർജ്ജ സംരക്ഷണം സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇത് നമ്മൾ ഉത്പാദനം ഈ രീതിയിൽ നമ്മൾ ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആഗോളതലത്തിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ ഈ കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ട വ്യവസായമാണ് ഞാൻ സ്റ്റഡി ചെയ്തത്. അപ്പൊ ആ മേഖലയിൽ നമുക്ക് ഈ ഉത്പാദന ചെലവ് കുറച്ച് നമുക്ക് ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ മാർക്കറ്റ് നമുക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും, അതിന് വലിയൊരു സാധ്യതയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് പല സ്ഥാപനങ്ങളിലും ഈ വ്യവസായത്തിന്റെ ഊർജ്ജം ലാഭിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. കേരള സെറാമിക്സിൽ വർക്ക് ചെയ്ത സമയത്ത് ഇതിനകത്ത് അവിടെ ഈ ഫർണസ് ഓയിലും അല്ലെ ഡീസലും ഒക്കെ ആയിരുന്നു ഇന്ധനമായിട്ട് ഉപയോഗിച്ചത്. അത് നമ്മൾ ബയോമാസ്, സാധാരണ വിറക് അല്ലെങ്കിൽ ഭൂമി ആ രീതിയിലുള്ള നമ്മൾ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഏകദേശം 1 കോടി രൂപയോളം നമ്മൾ ഈ ഇന്ധന ചാർജ് നമുക്ക് ഓരോ കൊല്ലം ലാഭിക്കാൻ പറ്റി. ശരാശരി ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ഏകദേശം 30 മുതൽ 40% വരെ നമുക്ക് ഈ എനർജി ചാർജ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ കയർ മേഖലയിൽ നമ്മുടെ കോസ്റ്റ് വളരെ വലിയൊരു ഘടകമാണ്. ഈ മേഖലയിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് 3 സ്ഥാപനങ്ങളിൽ ഇതിനകത്ത് ഈ ഊർജ്ജത്തിന്റെ ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തന്നെ ഞാൻ മറൈൻ ഡാറ്റ വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിൽ ഇത് ക്രംബ് റബ്ബർ ഫാക്ടറിയിലും ഇതേ രീതിയിലുള്ള പലവിധ ഊർജ്ജ സംരക്ഷണ മാർഗങ്ങൾ അവലംബിച്ച് ചെലവ് കുറയ്ക്കാൻ പറ്റി. ഇപ്പോഴും നമുക്ക് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയാണ്. റൂബക് ബലൂൺസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ഇത്തവണത്തെ ഈ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിലെ സ്റ്റേറ്റ് അവാർഡ്. അവിടെ നമ്മൾ ഇതില് പ്രധാനമായിട്ട് അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു എനർജി പോളിസി ഉണ്ടാക്കി. 1 വർഷം നമുക്ക് ഇത്ര ശതമാനം നമുക്ക് ഇന്ധന ചാർജ് നമുക്ക് കുറയ്ക്കണം. അങ്ങനെ നമ്മളൊരു ടാർഗറ്റ് വരെ ഫിക്സ് ചെയ്ത് നമ്മൾ ജീവനക്കാരുടെ ബോധവൽക്കരണ പരിപാടി നടത്തി, എനർജി ഓഡിറ്റ് നടത്തിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 15% ഊർജ ചെലവ് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് ഇന്നിപ്പം വാങ്ങിക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വ്യവസായ മേഖലയിൽ ഈ ഉത്പാദന ചെലവ് കുറച്ച് നമുക്ക് ഇത് കൂടുതൽ ലാഭകരമാക്കാനും മത്സരാധിഷ്ഠിതമായ മാർക്കറ്റ് പിടിച്ചേക്കാനും കഴിയും. തീർച്ചയായും. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ വ്യവസായ മേഖലയിലാണെങ്കിൽ ലാഭം, ഉത്പാദന ചെലവ് കുറവ് എന്നീ 2 പഞ്ച് പോയിന്റുകളുണ്ട്. പക്ഷെ ഗാർഹിക മേഖലയ്ക്ക് നമ്മൾ വരികച്ച അപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ ടിപ്സ് എല്ലാം ഒരുവിധം സാധാരണക്കാർക്ക് ഏറെക്കുറെ ബോധ്യമുള്ളതാണ്. പക്ഷെ ഒരു മനോഭാവമാണ് വലിയൊരു പ്രശ്നം. വെള്ളമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും കുറഞ്ഞ ചെലവിൽ കിട്ടി ശീലിച്ച് അതിന്റെ ഒരു പ്രാധാന്യത്തിന്റെ ആഴം നമുക്ക് ഇപ്പോഴും വലിയ ബോധ്യമില്ല. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ ഇത്തരം പ്രോഗ്രാമുകൾ, ഇത്തരം ദിവസങ്ങൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് താങ്കളുടെ അനുഭവത്തിൽ? ശരിക്കും പറഞ്ഞാൽ ഒരു ബോധവൽക്കരണം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ആവശ്യം. ഇപ്പൊ 96 ഇന്ത്യയിൽ ആദ്യത്തെ ഊർജ്ജ സംരക്ഷണ ക്ലബ്ബുകൾ തുടങ്ങാൻ നേതൃത്വം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് കലയും സാഹിത്യവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള രീതിയിലൊരു ബോധവൽക്കരണ പരിപാടിയാണ് 96 ഇത് തുടങ്ങിയത്. ആ സമയത്ത് നമ്മള് ഇത് കുട്ടികൾക്ക് വളരെയധികം ആകർഷമാക്കാൻ പറ്റി. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ക്ലേ മോഡലിങ്, അല്ലെങ്കിൽ നമ്മളെ പെയിന്റിംഗ് കോമ്പറ്റീഷന്, അതുപോലെ തന്നെ നമ്മളെ ഈ മുദ്രാവാക്യ രചന, അല്ലെങ്കിൽ കവിത രചന, അന്തരിച്ച ശ്രീ ഓ മാധവൻ സാറിന്റെ നേതൃത്വത്തില് മുൻമുട്ടയിടുന്ന താറാവ് എന്നുള്ളൊരു നാടകം ഞങ്ങൾ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഊർജ്ജത്തിൽ ഉലകം എന്നുള്ള കഥാപ്രസംഗം ശ്രീ വസ്തുകുമാർ സാംബശിവനെ കൊണ്ട് അവതരിപ്പിച്ചു. ഇങ്ങനെ നിരവധി തെരുവ് നാടകം അവതരിപ്പിച്ചു. ഇങ്ങനെ നിരവധി ബോധവൽക്കരണ പരിപാടികളുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആൾക്കാരിടയിൽ കൂടുതൽ ഊർജ്ജ സംരക്ഷണം ബോധത്തോടെ നടത്താൻ കഴിയും. അപ്പൊ ഈ ബോധവൽക്കരണം തന്നെയാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത്. അങ്ങനെ ഒരു ഊർജ്ജ സംരക്ഷണ സംസ്കാരം നമുക്ക് ഇതിനകത്ത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എനർജി മാനേജ്മെന്റ് സെന്റർ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും ഇതിനു വേണ്ടിയുള്ള വിവിധ നടപടി എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മനോഭാവത്തിൽ നമുക്ക് ഇതിനകത്ത് മാറ്റം വരുത്തണം. അതിന് ദൃശ്യമാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പൊ ഒരു ലൈറ്റ് അണയ്ക്കൂ, പവർ കട്ട് ഒഴിവാക്കൂ എന്നുള്ള 2004 നമ്മൾ ആവിഷ്കരിച്ച ഒരു മുദ്രാവാക്യം വളരെയധികം ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിച്ച ഒരു മുദ്രാവാക്യമാണ്. നമുക്കറിയാം ഇന്ന് ഊർജ്ജ പ്രതിസന്ധി പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ പീക്ക് ലോഡ് സമയത്ത് നമ്മളുടെ ഊർജ്ജത്തിന്റെ അഭാവം ഒരു 300 മെഗാവാട്ടിന്റെ ഷോർട്ടേജ് ആണുള്ളത്.
അപ്പൊ ആ 2004 നമ്മള് പിന്നെ ഇതിൽ മുൻകൈയെടുത്ത് നമ്മള് പിന്നെ ബോധവൽക്കരണം നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു 60 വാട്ടിന്റെ കുഴപ്പമെങ്കിലും ഈ പീക്ക് ലോഡ് സമയത്ത് നിങ്ങൾ 1 മണിക്കൂർ നേരം നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 60 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ട് കേരളത്തില്. 60 ലക്ഷം കൺസ്യൂമേഴ്സ് എങ്കിലും ഇത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഒരു 360 മെഗാവാട്ടോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. യാതൊരു നഷ്ടമുള്ളതല്ല. അതുപോലെ നമുക്ക് ഇപ്പൊ ഒരുപാട് വൈദ്യുതി ഉപകരണങ്ങളുണ്ട്. ഇപ്പൊ പീക്ക് ലോഡ് സമയത്ത് നിന്നുള്ള ഈ ഷോർട്ടേജ് നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അതുപോലെ നമ്മൾ കൂടുതൽ ലോഡ് എടുക്കുന്ന ഉപകരണങ്ങൾ, പ്രധാനമായിട്ട് മിക്സി, ഗ്രൈൻഡർ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ എനർജി എഫിഷ്യൻസി, വ്യവസായ മേഖലയിലാണെങ്കിൽ എനർജി എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് കൊണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനർജി ലേവലിംഗ് എന്ന പ്രോഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. സ്റ്റാർ റേറ്റിംഗ്, കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ പിന്നെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി എഫിഷ്യന്റ് ആണെന്നുള്ളതാണ്. ഈ സ്റ്റാർ റേറ്റിംഗ് ഉള്ള നമ്മളെ ഫ്രിഡ്ജ് മറ്റുള്ളതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ പറ്റും. തീർച്ചയായും പ്രസക്തമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് താങ്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം ഡോക്ടർ, പലപ്പോഴും നമ്മൾ ഊർജ്ജ സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് വാചാലരാകാറുണ്ട്. പക്ഷേ കേരളത്തിന് ഏറെയൊന്നും ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കാത്തത്? ചെലവ് കൂടുതൽ എന്നുള്ളതാണോ പ്രധാന പ്രശ്നം? ചെലവ് കൂടുതൽ എന്നുള്ള ധാരണ തെറ്റാണ്. കാര്യം ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാല് ഈ പിന്നെ സൂര്യപ്രകാശത്തുള്ള സോളാർ എനർജി ഉപയോഗിച്ചിട്ടുള്ള നമ്മളെ പിന്നെ ഉപയോഗമാണ്. ഇത് നേരത്തെ ഒരു പിന്നെ യൂണിറ്റിന് ഏകദേശം നമുക്ക് 15 രൂപ വരെ നമുക്ക് അതിനുള്ള ഈ പിന്നെ കോസ്റ്റ് ചെലവ് വരുമായിരുന്നു. ഇന്നിപ്പോ അത് ഏകദേശം 8 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള അതൊരു നയപരമായ പല തീരുമാനങ്ങളും ഇതിനകത്ത് ഗവൺമെന്റ് എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഊർജ്ജം നമുക്ക് ഒരു വരുമാന മാർഗമായിട്ട് വേണമെങ്കിൽ സോളാർ എനർജി ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം സോളാർ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുക, ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യുക, KSEBക്ക് സപ്ലൈ ചെയ്യുക. അതിന് നമ്മളൊരു നയപരമായ തീരുമാനം എടുത്തിട്ട് ഇതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യണം. റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സോളാർ പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി നമുക്ക് അത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഗ്രിഡിലേക്ക് കൊടുത്ത് നമുക്കൊരു വരുമാന മാർഗമായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ ആവശ്യമാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിലുള്ള തീരുമാനത്തിൽ നമ്മൾ മുൻകൈ എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പല വിദേശ രാജ്യങ്ങൾ, ജർമ്മനി ആയാലും അല്ലെങ്കിൽ ബ്രസീൽ ആയാലും എല്ലാം നമ്മൾ ഈ കാര്യത്തിൽ വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ നയപരമായിട്ടുള്ള ഒരു ത്വരിതഗതിയിലുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി നമുക്ക് ഈ രംഗത്ത് ആവശ്യമാണ്. അങ്ങനെ എനർജി നമുക്ക് വളരെ പിന്നെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ ഈ സോളാർ ഹീറ്റർ വളരെയധികം വിപുലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോളാർ ഹീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ വൈദ്യുതി ചെലവ് ഇതിനകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോളാർ പവർ പ്ലാന്റ് 1000-1500 വാട്ട്സിന്റെ നമുക്ക് സോളാർ പവർ ജനറേറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോളാർ പവർ ജനറേറ്റ് ചെയ്ത് ബാറ്ററി സ്റ്റോർ ചെയ്യണം. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഈ പിന്നെ ഗ്രിഡിൽ കൊടുക്കുന്ന ഒരു തീരുമാനം നമ്മൾ നയപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററിയുടെ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിൽ അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഈ പിന്നെ ഊർജ്ജം നമുക്ക് സോളാർ എനർജി ഉപയോഗിച്ച് നമുക്ക് പിന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയും. ഇതിന്റെ നയപരമായ അത്തരം ഒരുപാട് ചിന്തകളുണ്ട് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം അനുദിനം ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി കാര്യത്തിലാണെങ്കിൽ ഇനിയും പോക്കറ്റ് കാലിയാവുന്ന രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സ്വയം കരുതിയാൽ എത്രമാത്രം അവനവന്റെ പോക്കറ്റിനെ സംരക്ഷിക്കാം, രാജ്യത്തിന്റെ വൈദ്യുതിയെ സംരക്ഷിക്കാം എന്നത് നമ്മളെ ഓർമ്മപ്പെടുന്ന ഒരു ദിനമാണെന്ന്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചത്. വരാൻ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത്. തിരിച്ചു വരാം.